നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 4-5 ദിവസത്തേക്ക് മുമ്പാണ് കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഒരു വിഷയം. അതായത് ആ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഇജാബ് ധരിച്ചെത്തിയത് അവിടുത്തെ ടീച്ചർമാർക്കും അവിടുത്തെ PTA മെമ്പർമാർക്കും ഒന്നും സൂചിച്ചില്ല എന്നുള്ളതാണ്. ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളാണ്. അവിടുത്തെ PTA കൊണാണ്ടർമാരായിട്ടുള്ള ഒരു വേട്ടാവളിയനും ഒരു സ്ത്രീയും ആ സ്കൂളിലെ മാനേജ്മെന്റും ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പാൾ സിസ്റ്റേഴ്സ് എല്ലാം ക്രൈസ്തവരാണ്. അപ്പോൾ അവരുടെ ആ ഒരു പരിപാവനമായിട്ടുള്ള ഒരു ഡ്രസ് കോഡിലാണ് അവർ വരുന്നത്. അതിനെ നമ്മൾ മാനിക്കുന്നു, അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ആ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി, ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇജാബ് ധരിച്ചു വന്നാൽ എന്താണ് പ്രശ്നം? ഇപ്പൊ ഈ ഇജാബിന്റെ പേരിൽ ഇപ്പൊ കേരളത്തിൽ ഉടനീളം ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും എടുത്തിട്ട് അലക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ചലഞ്ചാലിനകത്ത് കുറച്ചൊക്കെ പൊട്ടും പൊടിയൊക്കെ ചേർത്ത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് പൊലിപ്പിച്ച് അതിനകത്ത് കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്തിട്ട് ഇവരങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കുറെ വർഗീയവാദികളായിട്ടുള്ള നാറികൾ ഇതും ഏറ്റെടുത്തുകൊണ്ട് ഈ സ്കൂളിന് സപ്പോർട്ടുമായിട്ട് വരും. കാരണം ഈ കാണിച്ചിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. കാരണം ഈ ഇജാബ് ധരിച്ചു വന്ന ഈ ഒരു പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിലാണ് ഇവിടുത്തെ PTA അംഗങ്ങൾ പെരുമാറിയിരിക്കുന്നത്. മറ്റു കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാതെ മാറ്റി നിർത്തുന്നു. അതിനെ കൊണ്ടുപോയിട്ട് കോൺവെന്റിൽ കൊണ്ടിരുത്തിയിട്ട് ഇത് ഇവരുടെ പേരൻസിനെ വിളിപ്പിച്ചിട്ട് ഇത് സമ്മതിക്കത്തില്ല, ഇവിടെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ശരിക്കും ഇത് എന്താണ്? ഇത് വെള്ളരിക്ക പട്ടണം വല്ലതാണോ? നമ്മുടെ രാജ്യത്ത് നിയമവും നിയമവ്യവസ്ഥകളൊക്കെ ഇല്ല. ഈ കുട്ടികളുടെ മുമ്പിൽ ഇത്രയധികം ഒരു വിഭജനം ഉണ്ടാക്കിയത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാനേജ്മെന്റും ഈ പഠിപ്പിക്കുന്ന അവിടുത്തെ സിസ്റ്റേഴ്സും തന്നെയാണ് ഈ കുട്ടികളുടെ മുമ്പിൽ ഒരു വിഭജനം ഉണ്ടാക്കി. കാരണം ഈ കുട്ടിയെ മാറ്റി നിർത്തുന്നു, മറ്റുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, മാനസികമായിട്ട് ആ കൊച്ചിന് പ്രയാസമുണ്ടാകുന്നു. അത് നേരെ വീട്ടിൽ ചെന്ന് പറയുന്നു, എനിക്കിനി ആ സ്കൂളിൽ പഠിക്കാൻ പറ്റത്തില്ല, എന്നെ ഇന്ന രീതിയിലൊക്കെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പേരൻസും കൂടെ 3-4 പേരും കൂടെ ഈ സ്കൂളിലേക്ക് ചെന്നു. അവിടെ വെച്ചിട്ടൊരു വീഡിയോ എടുത്ത് അത് പബ്ലിഷ് ചെയ്തു. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചർച്ച ചെയ്യപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ചാലനകത്ത് വന്നത് എന്താണ്, എങ്ങനെയാണ് നിങ്ങളൊന്ന് അറിയണം. അതിന് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് നല്ല കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട മറ്റു വാർത്തയിലേക്കാണ്. ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. എറണാകുളത്ത് ഹിജാബിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ടു. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലാണ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിൽ ആവശ്യപ്പെടുകയായിരുന്നു. ഹിജാബ് അനുവദിക്കില്ല എന്നും അത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലെന്നും മാനേജ്മെന്റ് നിലപാടെടുത്തു. ഇതേ തുടർന്ന് സ്കൂൾ അടച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഹിജാബിന്റെ പേരിൽ പുറത്തുനിന്ന് ചിലരെത്തി സ്കൂളിൽ ഭീകരാന്തരീക്ഷം പറയണ്ട. ഈ 1/2 മീറ്റർ തുണി തലയിൽ കിടന്നാലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമോ? ഒരു ഭീകര എന്ന വാക്ക് മലയാളത്തിൽ അവിടെ വന്നില്ലെങ്കിൽ പിന്നെ എന്ത് വാർത്തയാണ് ജനജീവിക്ക്? അതൊക്കെ പോട്ടെ. എനിക്ക് ഇത് ഈ കുട്ടി ചെയ്ത് അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ചെയ്ത് വളരെ മോശമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ പ്രത്യേകിച്ച് മലയാളക്കരയിൽ ആദ്യമായിട്ടൊരു കുട്ടി നിലവിൽ ഈ ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ കയറുക എന്ന് പറഞ്ഞത് അതൊരു നിലവിലുള്ള നടപടിക്രമത്തിന് എതിരാണ്, അല്ലേ? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ അമ്മ പോകുന്നുണ്ടേ, ഇവരെ തലയിൽ കിടക്കുന്നത് ഹിജാബല്ലേ? എന്താണ് ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്നത് ഇവരും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ മുഖം മറക്കാൻ നിഖാബ് കൊണ്ട് മുഖം മറച്ചെങ്കിൽ നമുക്ക് പറയാം. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് വേണം? ഇപ്പം ഇത്തരം ഒരു പൊതുവിദ്യാലയത്തിൽ അവർ ധരിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ അവിടുത്തെ രീതികൾ പാലിക്കണം എന്ന് പറയാം. എത്രയോ സ്കൂളുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ, ആലപ്പുഴ അടക്കം എത്രയോ സ്കൂളുകൾ കുട്ടികൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഹിജാബ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ആർക്കും ചൊറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് മാത്രം അതൊരു ചൊറിച്ചിൽ. നിങ്ങളുടെ ചൊറിച്ചിലിന്റെ പിന്നിലുള്ള ഈ അസുഖം എന്താണെന്ന് അറിയാമോ? കാസക്കാർ കയറ്റിത്തരുന്ന പിരിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ തന്നെ കേരളേതര സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ പാരസ്പര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ്. ഇപ്പൊ തന്നെ ഈ നാട്ടിലെ ക്രൈസ്തവരിൽ നല്ലൊരു ശതമാനം ആളുകളും മുസ്ലിം വിരോധം നല്ല രൂപത്തിൽ അവർക്ക് രൂപപ്പെടുത്തപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വെള്ളക്കുപ്പായത്തിന്റെ ഉള്ളിൽ, ഈ വെള്ള ലോഹക്കുള്ളിൽ ചില കലാകാരന്മാരാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല. നമ്മൾ ഇപ്പോൾ തേലക്കടച്ചിനെ പോലുള്ള ആളുകളെ കാണുമ്പോൾ അങ്ങേറ്റ ബഹുമാനമാണ്. അതുപോലെ തന്നെ ചില കന്യാസ്ത്രീകളും. അതിന് ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കോട്ടയം മുണ്ടക്കയമ്പാത്തൊരു സ്കൂളിൽ ഒരു ഹിന്ദു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾക്കറിയാം. 2 വർഷം തികഞ്ഞിട്ടില്ല സംഭവം നടന്നിട്ട്. ആ പെൺകുട്ടിയുടെ സ്വസമുദായത്തിൽപ്പെട്ട സതീർത്ഥ്യനായ സഹപാഠികളായ കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അഭിപ്രായം പറയുകയും അവരുടെ നിലപാട് കൃത്യമായി ശക്തിയുക്തമായ കുട്ടികൾ പറഞ്ഞു. മാനേജ്മെന്റും അന്ന് സഭകളൊന്നും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ലേ. 3-ാം ദിവസം ഈ കുട്ടിയുടെ സമുദായത്തിൽപ്പെട്ടവരോടൊപ്പം കുറച്ച് തട്ടമിട്ട ഈ 1 മീറ്റർ ഈ തുണി ഉണ്ടല്ലോ, ഈ തുണി തലയിൽ കിടന്ന കുട്ടികൾ കൂടി വന്നിട്ട് പറഞ്ഞു ആ കുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അപ്രതിഷേധ സ്വരത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ നടന്നത് എന്താ? പിന്നെ മാനേജ്മെന്റ് ഈ വിഷയം വഴിതിരിച്ചു വിടാൻ കണ്ട ഏറ്റവും നല്ല മാർഗം ഇതിന്റെ പിന്നിൽ കുറച്ച് തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറഞ്ഞു.
ഇതേ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് തട്ടവിട്ട പെൺകുട്ടികളെ കണ്ടപ്പം സബ്ജക്റ്റ് മാറ്റിയതാണ്. പിന്നെ ലോഹക്കുള്ളിലെ കലാകാരന്മാർ ഉൾപ്പെടെ വിളിച്ച മുദ്രാവാക്യം പോ പോ കാക്ക പോ പോ കാക്കാന്നാ. ഇപ്പോഴും എൻ്റെ കിടപ്പുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയാൽ കാണാൻ പറ്റും. ഞാൻ അന്ന് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നാളെ ചോദിക്കേ, ഒരു മുസ്ലിം കുട്ടിയെ അല്ലെങ്കിൽ ഒരു തട്ടമിട്ട കുട്ടിയെ കാണുമ്പോൾ അങ്ങനെ ചൊറിയുന്ന അല്ലെങ്കിൽ വിഷയം ആ വഴിക്ക് അങ്ങോട്ട് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ സംഘപരിവാർ അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളായ ആളുകൾക്ക് അവരുടെ കൂടെ ഒരു സപ്പോർട്ട് കിട്ടുന്ന രൂപത്തിലേക്ക് വിഷയത്തെ വഴിതിരിച്ചു വിടാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രത ഉണ്ടല്ലോ, ഇതിന്റെ തൽഫലം നിങ്ങൾ ഇവിടെ കേരളത്തിൽ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ മുസ്ലിം സമൂഹത്തോടുള്ള അന്ധമായ വിരോധം, അതിന്റെ കാരണങ്ങൾ പലതുമുണ്ട്. പക്ഷേ നിങ്ങൾ ഓരോ വിഷയത്തിലും പിടിച്ചു തൂങ്ങി നിങ്ങൾ ഉണ്ടാക്കുന്ന അലമ്പ്, ഈ അലമ്പിന്റെ പരിണിത ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പല വഴിക്കും അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ ഗാലറിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്നല്ലോ ജാർഖണ്ഡിൽ, നിങ്ങൾ കണ്ടതല്ലേ, ജാർഖണ്ഡിലേക്ക് നിങ്ങൾ കാണുന്നില്ല, വടക്കേന്ത്യയിലേക്ക് നിങ്ങൾ കാണുന്നില്ലേ, ഓടിച്ചിട്ട് അടിച്ച് തുണിയില്ലാതല്ലേ ഓടിക്കുന്നത്. കല്യാണത്തിന് മണവാട്ടിനെ കൊണ്ടുവരുന്ന പോലെയല്ലേ നിക്കറിട്ട് കൊണ്ടുവരുന്നത്. ഇത് കേരളത്തിലും നടക്കാൻ പോണേ ഉള്ളൂ. നിങ്ങൾ സുഖിപ്പിച്ച് തടയിക്കോ, നിങ്ങൾ തടകി കൊടുത്തോ. വയനാട് കണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ കയറിയാൽ കുത്തിക്കീറുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് 1/2 മീറ്റർ തട്ടമിട്ട പെൺകുട്ടികൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ തുന്നത്തലാണ് നടത്താൻ വന്നോ? അത് നിങ്ങളെ മതം മാറ്റാൻ വന്നോ? അതാ അരിയും ഗോതമ്പും പിണ്ണാക്കുന്നത് നിങ്ങളെ സൂചിപ്പിച്ചോ? ഒരു കുട്ടി ഇവിടെ ഈ ബാക്കിയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഇല്ലാത്ത സോക്കേടെന്നാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങളുടെ തലയിൽ കിടക്കുന്ന ഇതേ മതവേഷമല്ലേ? നിങ്ങൾ മതവേഷമല്ലേ എല്ലായിടത്തും ഉള്ളത്? സ്കൂളുകളിൽ തന്നെ, ഒരു പൊതുവിദ്യാലയത്തിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ ആണെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നങ്ങളോ മറ്റൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു സർക്കുലറും ഇല്ലല്ലോ. നിങ്ങൾ ബൈബിൾ കൊടുത്ത് വിടാറില്ലേ? ഈ മറൈൻ ഡ്രൈവിൽ ഞാനും എൻ്റെ വൈഫും കൂടെ പോകുമ്പോൾ എൻ്റെ മക്കളിലൊക്കെ കൊടുത്തു ബൈബിൾ. RSSന്റെ TG മോഹൻദാസ് തന്നെ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സഭയുടെ കീഴിലുള്ള ഏതെങ്കിലും ഹോസ്റ്റൽ സംവിധാനമുള്ള സ്ഥലത്ത് അവിടെ താമസിക്കുകയാണെങ്കിൽ അവിടെ ഡ്രോയിൽ കാണും ഒരു ബൈബിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ വിമർശിച്ചിട്ടില്ലേ, എവിടെയും ബൈബിൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ മുസ്ലിങ്ങൾ ആരെങ്കിലും ഇതിന്റെ പിന്നാലെ വരുന്നുണ്ടോ? ഞങ്ങൾക്ക് ബൈബിൾ കണ്ടാൽ എന്താ ഒരുങ്ങാൻ? അപ്പൊ നിങ്ങൾ ഈ എല്ലാത്തിനും പിടിച്ചൊരു മുസ്ലിം സമുദായത്തിനെ ഏകപക്ഷീയമായി ആക്രമിക്കുക, അതിനുവേണ്ടി കോപ്പ് കൂട്ടുക, അതിന് സംഘപരിവാർ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ പണി കാസ എടുക്കുന്നുണ്ട്. ആ കാസക്ക് വേണ്ടി നിങ്ങൾ കുഴൽ ഊന്നുന്നുണ്ടെങ്കിൽ ഇതിന് സമയം പോലെ കിട്ടുമ്പം ഞങ്ങൾ ആശംസകൾ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെല്ലാം കണ്ടറിയാം. കമ്മിങ് സൂൺ. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഉസ്താദ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു സമുദായത്തോട് അന്ധമായിട്ടുള്ള വിരോധം കൊണ്ട് നടക്കുന്ന കാസ വിഭാഗം ഇപ്പൊ ഈ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളായിക്കോട്ടെ, ഹോസ്പിറ്റലുകളായിക്കോട്ടെ, അങ്ങനെയുള്ള സ്ഥലം കയറിയിട്ട് ഈ നല്ലവരായിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ വടക്കേന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഇന്നും ക്രൈസ്തവ പുരോഹിതന്മാർ ഇതുപോലുള്ള സിസ്റ്റർമാർ അടികൊണ്ട് ഓടുന്ന എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമത്തിന് ശക്തമായ ഭാഷയിൽ വിമർശിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. എൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. അത് ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ നമ്മൾ സംസാരിക്കും. ഇപ്പം ഇസ്ലാം മതത്തിലേക്ക് ഇങ്ങനൊരു വിഷയം വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീവ്രവാദിയാകും, നമ്മൾ പറയുന്നത് വർഗീയവാദമാവും. അത്തരത്തിൽ കമന്റ് ഇടുന്ന കമന്റോളികളായിട്ടുള്ള പരമനാറികളോട് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ ആദ്യം മനുഷ്യനാകാൻ വേണ്ടി നോക്ക്. ഉസ്താദ് പറഞ്ഞതുപോലെ നീയൊക്കെ എവിടം വരെ നക്കി വെളുപ്പിക്കാവോ ഇവരെയൊക്കെ നീയൊക്കെ നക്കി വെളുപ്പിച്ചോ. നാളെ അടി കിട്ടുമ്പോൾ ഗ്യാലറി ഞങ്ങൾ വരുന്നുണ്ട്, ഫിസിലടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ. സത്യസന്ധമായി നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.